എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ യമട്ടോ അവളാണെങ്കിൽ മൊമന്റോസ്കി പിടിച്ചു വലിക്കും. മൊമന്റോസ്കി, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. നീ എത്രയും വേഗം ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒറഗഷിമയെ ഇവിടുന്ന് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയൂ. ഫ്ലവർ ക്യാപിറ്റലിനെ അതിനെ സേവ് ചെയ്യാനായിട്ട് പറ്റൂ. ഓടന്റെ ആഗ്രഹം അത് നിനക്ക് മാത്രമേ സാധിക്കാനായിട്ട് കഴിയൂ. മൊമന്റോസ്കി ആണെങ്കിൽ അത് കേട്ട് പേടിച്ച് പുറകോട്ട് വലിയാണ്. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരുപാട് നേരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കൊണ്ട് ഒരു റൗണ്ടിനപ്പുറമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇപ്പൊ ആ കൈഡോ അവനാണെങ്കിൽ ബമ്പർ ഫോഴ്സിൽ ഫൈറ്റ് ചെയ്യാണ്. അവന്റെ കണ്ണിൽ ഞാൻ പെട്ട അവരെന്നെ പിടിച്ചു വലിച്ച് തല്ലി കൊല്ലും. യമട്ടോ ആണെങ്കിൽ അതിന് ദേഷ്യപ്പെടും. അവൻ കൊല്ലുന്നതാണ് ഇതിലും നല്ലത്. ഇങ്ങനെ ഭീരുവിനെ പോലെ പിടിച്ചു മറിഞ്ഞിരിക്കാനായിട്ട് പാടില്ല എന്ന് പറയും. അടുത്ത നിമിഷം ആ കാസ്റ്റലിന്റെ ഒരു ഭാഗം പൊട്ടി അങ്ങനെ തെറിക്കുകയാണ്. യമട്ടോയ്ക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. നീ അത് കാണുന്നില്ലേ? നമ്മുടെ സാമുറായ്സും ലൂഫിയൻ ടീമും എല്ലാവരും ആ ഒരു കാസ്റ്റലിന്റെ അകത്താണ്. എങ്ങനെയെങ്കിലും അവരെ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ എല്ലാം നമുക്ക് നഷ്ടപ്പെടും. പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. ഓൾറെഡി ഇനിനെയും ഒക്കിക്കുവിനെ ഒക്കെ തന്നെ നിനക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ? മൊമന്റോസ്കിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും. അവൻ ചെയ്യണമെന്ന് അറിയാതെ ഒരുപാട് വിഷമത്തില് നിസ്സഹായനായി അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ആ ഓടൻ കാസ്റ്റില് അതങ്ങനെ കത്തിയേരിയും. അത് കണ്ട് മൊമന്റോസ്കിയുടെ അമ്മ ടൊക്കി ആണെങ്കിൽ മൊമന്റോസ്കിയോട് പറയും, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. കെന്നിനോടും കാഞ്ചറോടും ഒപ്പം നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അവനാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ അനുജത്തെയും നിങ്ങൾ രണ്ടുപേരും ഉള്ളിടത്ത് മാത്രമേ ഞാനും ഉണ്ടാവൂ. നിങ്ങളും എന്നോടൊപ്പം വരണം. അതിന് ടൊക്കി അവന്റെ കൈ പിടിച്ച് പറയും, ഞാനിപ്പോ നിന്നോടൊപ്പം വന്ന വാനോ കിൻഡത്തിനും ഓടനും അതൊരു വലിയ അപമാനം തന്നെയാണ്. എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഈ വില്ലന്മാരെ ഡൈവേർട്ട് ചെയ്യണം, ഒക്കെയുള്ളവരെ എനിക്ക് സേവ് ചെയ്യണം. അത് കേട്ട് കെന്നും അതിനെ സപ്പോർട്ട് ചെയ്യും. അതെ മൊമന്റോസ്കി, നിന്നിലാണ് ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഓടൻ നഷ്ടപ്പെട്ടു. ചീയും കൈഡോയും ചേർന്ന് ഓടനെ ഇല്ലാതാക്കി. ഇനി ഓടന്റെ പരമ്പരയായ മൊമന്റോസ്കി, നീയാണ് ഈ വാനോ കിൻഡത്തെ തിരികെ പിടിക്കേണ്ടത്. 20 വർഷങ്ങൾക്ക് ശേഷം വലിയ യുദ്ധം നടത്തേണ്ടത് നീയാണ്. മൊമന്റോസ്കിക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. കാരണം അവനൊരു ചെറിയ പയ്യനാണ്. അവനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് അവൻ ടെൻസ്ഡ് ആവും. വാനോ കിൻഡത്തിന്റെ ബോർഡർ അത് തുറന്നു വിടണം എന്നതാണ് ഓടന്റെ ആഗ്രഹം. അത് സാധിക്കണം. മാത്രമല്ല അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. അതിന് ആത്മഹത്യ ചെയ്യാനാണ് ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ ഓടന്റെ ആഗ്രഹം അത് സാധിക്കണമെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നേ പറ്റൂ. മൊമന്റോസ്കി, നീ ഞങ്ങളോടൊപ്പം വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പിന്നാണെങ്കിൽ ഹൃദയം നുറുകുന്ന വേദനയിൽ കരയാനായിട്ട് തുടങ്ങും. മൊമന്റോസ്കി ആണെങ്കിൽ ഓരോരുത്തരുടെയും മുഖത്തേക്ക് മാറി നോക്കും. എല്ലാവരുടെയും പ്രതീക്ഷ അത് മൊമന്റോസ്കിയിലാണ്. തീരുമാനം അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും എല്ലാവർക്കും വേണ്ടി മൊമന്റോസ്കി ആണെങ്കിൽ അവന്റെ അമ്മ ടൊക്കിയോടും അനുജത്തിയോടും യാത്ര പറയും. ഞാനിവിടുന്ന് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. മൊമന്റോസ്കി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ നെഞ്ച് തകർന്ന് നിൽക്കുകയാണ്. ഇനിയും ഞാൻ ഒന്നും ചെയ്യാതിരുന്നാൽ അതെന്റെ അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ്. ആഫ്റ്റർ ലൈഫിൽ അവരെ കാണുമ്പോൾ ഞാൻ ചെയ്തു തീർത്ത കാര്യങ്ങൾ അതെനിക്ക് പറയണം. സോ എന്റെ ജീവൻ കൊടുത്തും ഞാനിപ്പോ ഈ സോ ഐലാൻഡിനെ ഇവിടുന്ന് കൊണ്ടുപോകണം. വാനോ കിൻഡത്തിനെ ഞാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതെന്റെ കിൻഡമാണ്. തീർച്ചയായിട്ടും എനിക്ക് മാത്രമേ അതിന് കഴിയൂന്ന് പറഞ്ഞ് അവനെ തന്നെ ബൂസ്റ്റ് ചെയ്ത് ഇപ്പൊ അതിനെ തയ്യാറെടുക്കും. അവനാണെങ്കിൽ കടുത്ത ഉറച്ച തീരുമാനമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ഓർഗഷിമയിൽ നിന്ന് വലിയൊരു പീസ് അങ്ങനെ പൊട്ടി അടർന്ന് ഫ്ലവർ ക്യാപിറ്റൽ ലക്ഷ്യമാക്കി പോവാ. അത് കണ്ട് യമട്ടോയും മൊമന്റോസ്കിയും ഷോക്കാവും. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ലൈറ്റ്നിങ് ഒക്കെ ആയി കൈഡോയ്ക്ക് നേരെ വരികയാണ്. ഓ, നിന്നെ കൊണ്ട് ലൈറ്റ്നിങ് ഒക്കെ ഇത്തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? ക്ലോസ് എത്തിയ ലൂഫി ആണെങ്കിൽ ഇപ്പൊ ലൈറ്റ്നിങ് പവർ അത് റബ്ബറാക്കി മാറ്റി കൈഡോയെ പുറഞ്ച് അടിക്കുകയാണ്. ചില അറ്റാക്കിൽ നിന്ന് കൈഡോ രക്ഷപ്പെടും. അതിനുശേഷം വീണ്ടും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. കൈഡോയും ലൂഫിയും അവർ രണ്ടുപേരും ഒരുപാട് നേരമായി ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ തളർന്നിരിക്കുകയാണ്. എന്നിട്ടും അവർ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൈഡോ ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ ഇപ്പൊ ലൂഫിയോട് പറയും, നിന്റെ ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ കൊണ്ടൊന്നും നിന്നെ കൊണ്ട് പൈററ്റ് കിങ് ആവാനായിട്ട് കഴിയില്ല റോജർ. അവന് അതൊരു ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ടായിരുന്നില്ല. ഈ ഹോക്കി പവർ അതുപയോഗിച്ചാണ് അവൻ കിങ് ഓഫ് ദ പൈററ്റായി മാറിയെന്ന് പറഞ്ഞ് കൈഡോ ആണെങ്കിൽ ലൂഫി ആഞ്ഞൊരട്ടി. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ ഒറഗഷിമ ഐലാൻഡ് കാണിക്കും. അത് ഓൾമോസ്റ്റ് ആ ഫ്ലവർ ക്യാപിറ്റലിലേക്ക് എത്താനായിരിക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ ഇപ്പോഴും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അവനെ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കും. അവിടെയുള്ള ജനങ്ങൾ അവരുടെ ലാസ്റ്റ് ഫയർ ഫെസ്റ്റിവൽ അത് ആഘോഷിക്കുകയാണ്. ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും കൈഡോയുടെ അണ്ടറിലാവുമെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. സോ ഇതാണ് അവരുടെ അവസാന
ദോഷ ദിവസം. സോ തീർച്ചയായിട്ടും നമ്മളിത് അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ആ ഫയർ ഫെസ്റ്റിവലിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഒരുപാട് പേരാണെങ്കിൽ ഇപ്പൊ ബലൂണുകളിൽ അവരുടെ വിഷുകളൊക്കെ എഴുതി മുകളിലേക്ക് അയക്കും. നമ്മുടെ ചിരിപ്പെണ്ണ് അവളാണെങ്കിൽ തിരിച്ചുപോയ അവളുടെ പപ്പയെ ആഫ്റ്റർ ലൈഫിൽ നിന്നൊന്ന് കാണാനായിട്ട് ആഗ്രഹിച്ച് ആ ഒരു ബലൂൺ അത് പ്രതീക്ഷയോടുകൂടെ മുകളിലേക്ക് പറത്തി വിടുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവനാണെങ്കിൽ ആ കൈഡോയെ വിടാതെ പിടിച്ച് പൊറഞ്ച അടിക്കും. അതിന് കൈഡോ ആണെങ്കിൽ പുച്ഛത്തോടുകൂടെ പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. നിന്റെ ഈ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഒരിക്കലും നിനക്കെന്നെ തോൽപ്പിക്കാനോ കിങ് ഓഫ് ദ പൈററ്റായി തീരാനോ സാധിക്കില്ല. റോജർ അവന്റെ സ്കില്ലും ഈ ഹോക്കി പവറും അതുപയോഗിച്ചാണ് ഈ ലോകത്തെ തന്നെ ആക്കിയതും പൈററ്റ് കിങ് ആയി മാറിയെന്നും പറഞ്ഞ് അവനാണെങ്കിൽ ലൂഫിയെ നോക്കും. അപ്പോഴായിരിക്കും അവൻ ശ്രദ്ധിക്കുക ലൂഫി ഇപ്പോഴും അവനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ, നീ ഇതുവരെ എന്നെ വിട്ടില്ലേ, എന്നെ വിട് എന്ന് പറഞ്ഞ് അവൻ ലൂഫിയുടെ കയ്യിൽ പൊറഞ്ച് അടിക്കും. ലൂഫി ആണെങ്കിൽ കൈഡോയെ വിടില്ല, അങ്ങനെ മുറുക്കി പൊട്ടിക്കുകയാണ്. കൺട്രോൾ പോയ കൈഡോ ആണെങ്കിൽ അവന്റെ മോൺസ്റ്റർ ഫോമിലേക്ക് മാറി ഫയർബോൾ പവറൊക്കെ ഉപയോഗിച്ച് നിർത്താതെ ലൂഫി അടിച്ചുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ അപ്പോഴും കട്ടയ്ക്ക് കൈഡോയെ പിടിച്ചു വെക്കുകയാണ്. ഒരുപാട് സമയം കഴിയുമ്പോഴേക്കും ആ അടിയൊക്കെ കിട്ടി വൈറ്റ് ആയിരുന്ന നമ്മുടെ ലൂഫി അങ്ങനെ ഡാർക്കായി മാറി താഴേക്ക് വീഴുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഒറോച്ചിയെ കാണിക്കും. അവനാണെങ്കിൽ ആ തീ പിടിച്ച് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ വേദനയാൽ പൊളയും. വിശ്വസുന്ദരിക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് എന്തെന്നില്ലാത്ത സന്തോഷം. അവളുടെ അമ്മയെയും അച്ഛനെയും ഇല്ലാതാക്കിയ ഒറോച്ചിയോടുള്ള പ്രതികാരം അതവൾ ഒന്നൊന്നായി വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ചെറിയ സാധനം അവിടേക്ക് വന്ന് വീഴുക. ആ ഒരു വീഴ്ചയുടെ ഇമ്പാക്റ്റില് ഉച്ചയുടെ തലയിൽ അവൾ അടിച്ചു വെച്ചിരുന്ന ആ ഒരു ആണി അത് തെറിച്ചു പോവും. അവനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ട്രാൻസ്ഫർമേഷൻ നടത്തി ഇപ്പൊ ആ ഡ്രാഗണായി മാറുകയാണ്. ബോഡിയിൽ ഇപ്പോഴും ആ തീയുണ്ട്. താൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഒറോച്ചി അവനാണെങ്കിൽ ഇപ്പൊ വിശ്വസുന്ദരിയോട് പറയും, ഞാൻ മാത്രമായിട്ട് മരിക്കില്ല, അയച്ചതുപോലെ നിന്നെയും ഞാൻ ആഫ്റ്റർ വേൾഡിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വിശ്വസുന്ദരിക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഒരു അപ്പാപ്പനെ കാണിക്കും. ആളാണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ അങ്ങനെ ചെരിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ആളൊന്ന് ശ്രദ്ധിക്കും. ആ ഒരു ഒറുകഷിയുമായ ലാൻഡ് അതിപ്പോ കൺട്രോൾ പോയി പതിയെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ലൂഫി ഓൾമോസ്റ്റ് കൈഡോയെ തല്ലി തകർക്കാൻ ആയിരിക്കുന്നു എന്നാണ്. അവന്റെ പവർ അതിപ്പോ പകുതിയോളം അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ സാമുറൈസിനോട് പറയും, ഇതൊരു നിർണായക ഘട്ടമാണ്. ലൂഫി ആ കൈഡോയെ കൊന്നുകളഞ്ഞ തീർച്ചയായിട്ടും ഈ ഒറുകക്ഷമ തകർന്ന് കൈഡോയോടൊപ്പം നമ്മൾ മരിക്കും. കൈഡോയെ തകർത്തിട്ടില്ല എങ്കിൽ വർഷങ്ങളോളം നമ്മൾ കൈഡോയുടെ അണ്ടറിൽ സ്ലേവ്സിനെ പോലെ ജീവിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഏത് ജീവിതമാണ് ജീവിക്കാനായിട്ട് ആഗ്രഹം, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്ന് പറയും. അതിനാ സാമുറൈസ് പറയും, ഇതിൽ ചോദിക്കാനൊന്നുമില്ല, ഞങ്ങൾക്ക് ഫാമിലി ഉണ്ട്, മക്കളുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മരിച്ചാലും അവര് ഹാപ്പി ആയിട്ട് ജീവിക്കണം. കൈഡോ ഇനി ഒരിക്കലും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. അത് കേട്ട് ആ പൈററ്റ്സ് കൈഡോയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ പരിഹസിക്കും. നിങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ ആഗ്രഹമില്ലേ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ഈ കഷ്ടപ്പെട്ടതിന്റെ ഫലം ഒന്നും തന്നെ അനുഭവിക്കാനായിട്ട് കഴിയില്ല. അതിനവർ തീർത്തു പറയും, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ഫ്യൂച്ചർ തലമുറയ്ക്ക് അവർക്ക് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ മാത്രം മതി. സോ ലൂഫി, ഒരു കാരണവശാലും നീ കൈഡോയെ വിടാനായിട്ട് പാടില്ല, അവനെ തല്ലിക്കൊല്ല്. ചെയ്ത മറ്റൊരു ഭാഗത്ത് ജിറാഫി തലേനും ഉസോപ്പും അവർ രണ്ടുപേരും ആ ഫയറിൽ പെട്ട് കിടക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് അവർ കൺഫ്യൂസ്ഡ് ആകുമ്പോഴായിരിക്കും മുംബൈ ആ ഒരു ഭാഗത്തേക്ക് വെള്ളം അട്ടിച്ച് തെറിപ്പിക്കുക. ആ ഒരു വെള്ളത്തിന്റെ ഫോഴ്സിൽ തീ അണയും. പക്ഷെ എന്താ, ഒക്കിക്കും കിന്നും അവർ തെറിച്ചു പോവും. ഇവിടെ ആ ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കും. അവർ ഓൾമോസ്റ്റ് ഇപ്പൊ ഫയർ ഫെസ്റ്റിവൽ അത് ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ബലൂണുകളെല്ലാം തന്നെ ഇപ്പൊ ആകാശത്തൂടെ പറന്നുകൊണ്ടേയിരിക്കും. അതിനിടയിലായിട്ട് ദൂരത്തായിട്ട് ഇപ്പൊ ലൂഫിയെ കാണിക്കുകയാണ്. ആ ഒരു ബലൂണുകളിൽ ഒരുപാട് പേരുടെ ഒരുപാട് ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ കഴിയുന്ന ഒരേ ഒരാള് സാക്ഷാൽ ലൂഫി മാത്രമാണ്. അവരുടെ ആഗ്രഹങ്ങൾ അത് പ്രാർത്ഥനയായിട്ട് ഉയരുമ്പോൾ മറ്റൊരു ഭാഗത്ത് സാമുറൈസ് ലൂഫിയുടെ പേര് വിളിച്ച് ചേറ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, മൊമന്റോസ്കി എങ്ങനെയെങ്കിലും ഈ ഒറുകഷിമ ഐലാൻഡ് അത് ഫ്ലവർ ക്യാപിറ്റലിൽ നീക്കണം. അതവൻ പറയേണ്ട താമസം വലിയൊരു മുഷ്ടി അത് ആ ഒറുകഷിമ ഐലാൻഡ് നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് പെണ്ണും മൊമന്റോസ്കിയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ലൂഫി ആണെങ്കിൽ കൈ ചുരുട്ടി ഇപ്പോ കൈഡോയെ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. മൊമന്റോസ്കി ആണെങ്കിൽ അവന്റെ പാരന്റ്സിനെ എല്ലാം ഓർത്ത് ആ ഒരു ഒറുകഷിമ ഐലാൻഡ് ലക്ഷ്യമാക്കി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.